വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ഞ് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ഞ് നിന്ന് മത്സരിക്കാൻ റെഡി നിൽക്കുന്ന മത്സരാർത്ഥികളാണ് നിങ്ങൾ കാണുന്നത്. അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം. അതിനു മുന്നേ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് VMTV ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മത്സരാർത്ഥികളോട് പറയാനുള്ള കാര്യം, 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന്റെ രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിലായോ? അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡിയാണോ? റെഡിയാണെന്നൊന്ന് ഉറക്കെ പറയോ? കുറച്ചുകൂടെ ഉറക്കെ. എന്തോടെ മാത്രം പറയുന്നു, നിങ്ങൾ ആരും പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം. ഒരു ആൺപൂച്ചയും പെൺപൂച്ചയും കണ്ടുമുട്ടി. അങ്ങനെ അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ആൺപൂച്ച പെൺപൂച്ചയുടെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. എന്താണ് ആ കാര്യം? എനിക്ക് തന്നെ ഇഷ്ടമാണ്. എന്താണ് ഇത്? രാവിലെ ഒന്ന് ഒലിപ്പിച്ചു തുടങ്ങിയോ? എന്താ പേരെന്താ? അർജുൻ. അർജുൻ. അപ്പോൾ അർജുനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാസ്. അമ്പട കേമാ സണ്ണിക്കുട്ട. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മ്യാവ് എന്നാണ് പൂച്ച പറഞ്ഞത് കേട്ടോ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. അച്ഛനുണ്ട് ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നല. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് അതേടാ, ഞാൻ ബാസ്റ്റേഡാടാ. 10 അക്ഷരമുള്ള വാക്ക്. 3 അക്ഷരം. ഓ, രാ ആടയാളം രാ. 3 അക്ഷരം. ഇയാളിത് എങ്ങോട്ടാ പോകുന്ന ശുംഭൻ? തന്റെ തറവാട്ടിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ ഞാൻ ഈ തേങ്ങയ്ക്കുള്ളിൽ ആവാഹിച്ചു കഴിഞ്ഞു. അവരോടാ പുറത്തു പോകാൻ പറഞ്ഞ തന്നോടല്ല. ഇവിടെ ഒന്നിരിക്കുക. അപ്പൊ നമ്മളെ പുരയിൽ ജിന്നുണ്ടാ? തന്റെ പുരേ ജിന്നുണ്ടോ ബ്രാൻഡി ഉണ്ടോ വിസ്കി ഉണ്ടോ എന്ന് നാം എങ്ങനെ അറിയാം? രാരീരം. അതാണ് അവര് രായിൽ കിടന്ന് പിടിക്കുന്നത്. അല്ല, രാരീരം അല്ല. രായിൽ തുടങ്ങി രായിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. 3 അക്ഷരം. 3 അക്ഷരം. എന്റെ കയ്യിലുള്ള ആൻസർ വേണം. എന്റെ കയ്യിലുള്ള ആൻസർ വേണം. മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കുണ്ട്. ടൈം ഔട്ടായി. 2:30. സൂപ്പർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി 72 ജനിച്ചു, 57 മരിച്ചു. അയാൾക്ക് 42 വയസ്സ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഒരു വ്യക്തി 72 ജനിച്ചു, 57 മരിച്ചു. അയാൾക്ക് 42 വയസ്സുണ്ടായിരുന്നു. അതെങ്ങനെ? എങ്ങനെ അറിയാം? അർജുൻ എങ്കിലും ആലോചിച്ച് നോക്കൂ. അമ്പത്തി 72 ജനിച്ചു, 57 മരിച്ചു. ആൻസർ ഇല്ല. ടൈം ഔട്ടായി. ഈ 72, 57 ഹോസ്പിറ്റലിലെ റൂം നമ്പറാണ്. അതായിരുന്നു ആൻസർ. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് 2 ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. പരിചയപ്പെടാം. എന്താ പേര്? നയനയും ഐശ്വര്യയും. അപ്പോൾ നയനയും ഐശ്വര്യയും കൂടി ഇന്നൊരു ഐശ്വര്യമായിട്ടൊരു പാട്ട് പാടിത്തരും. നയനയാണ് പാട്ടുകാരി. അപ്പോൾ നയനയുടെ പാട്ട് കേൾക്കാം. പിന്നെയും ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ഓരോ നിലാവത്തു പന്തീനുവോതുന്നൊരു മന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. ആണ്, അത്ര നല്ല അടിപൊളി സോങ് ആയിരുന്നു. അതുകൊണ്ടാ കൈയടിച്ചത്. ഞാൻ പറയാതെ കൈയടിച്ച്. അപ്പോൾ ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. ക്വസ്റ്റ്യൻ എങ്കിലേ ആൻസർ പറയാൻ പറ്റൂ. ഓക്കെ.
ഒരാൾ കാസർഗോഡ് നിന്നും ട്രെയിനിൽ തിരുവനന്തപുരത്ത് എത്താൻ 1 കൊല്ലം കഴിഞ്ഞുവെന്ന് പറഞ്ഞു. വിശദീകരിച്ചപ്പോൾ സംഗതി ശരിയാണെന്ന് മനസ്സിലായി. എങ്ങനെ? കൊല്ലം ജില്ല. ഇവിടെ ആൻസർ വന്നു. അർജുനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അർജുൻ നല്ലൊരു ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ പ്രോഗ്രാമിൽ 2 പോയിന്റ് നേടി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ. ഇനി ആര് കയറി വരും എന്നൊക്കെ നമുക്ക് നോക്കാം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവരെപ്പോഴും എന്റെ ക്വസ്റ്റ്യനിലാണല്ലോ നോട്ടം. ഇവിടെ നിൽക്കാം. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ദിവസം ഗാന്ധിജി കാട്ടിൽ കൂടി നടന്നു പോകുമ്പോഴേ ഒരു സിംഹം എടുത്തു ചാടി. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു സിംഹം. അപ്പോൾ ഗാന്ധിജി ഓടി രക്ഷപ്പെട്ടു. കാരണം എന്ത്? മോദി. അന്ന് അവിടെ മോദി ഇല്ലായിരുന്നു. യെസ്, കറക്റ്റ് ആൻസർ. ഇന്നത്തെ ഇര ഗാന്ധി. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിന്റെ മീനിങ് ഇന്ദിരാഗാന്ധി. ഇന്നത്തെ ഇര ഗാന്ധിയാണ്. മനസ്സിലായോ? ക്ലാസ് പിടിച്ചു. ടഫ് ക്വസ്റ്റ്യൻ. പിന്നെ ഇതാണ്ട് അർജുൻ ആൻസർ പറഞ്ഞതോ. അപ്പോൾ ഇനി 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. എളുപ്പമുള്ള ക്വസ്റ്റ്യനെ നിങ്ങൾ പറയണേ. നിങ്ങൾക്ക് പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ആടിനെ പോലെ ശബ്ദിക്കുന്ന മാസം ഏത്? എന്താ? മെയ് മാസം. കറക്റ്റ് ആൻസർ. ആദ്യം അവിടെ നിന്നാ വന്നേ. അല്ല, അവിടെ എന്ന് പറഞ്ഞ ആദ്യമേ അവിടെ നിന്നല്ലേ വന്നേ. അപ്പോൾ അർജുനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അർജുനനാ. അപ്പോൾ ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിൽ 3 ക്വസ്റ്റ്യന്റെ ആൻസർ നൽകി മുന്നിട്ട് അപ്പോൾ അർജുനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. മെയ് മാസമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടാൽ പറയാവുന്നതേ ഉള്ളൂ. ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അയാളെ കൊല്ലാൻ 3 മുറികളുണ്ട്. ഏത് മുറി വേണമെന്ന് അയാൾക്ക് തിരഞ്ഞെടുക്കാം. 1ാമത്തെ മുറി തീക്കനലുകൾ നിറഞ്ഞ ഒരു മുറി. 2ാമത്തെ മുറിക്കുള്ളിൽ പൊട്ടുന്ന വെടിക്കോപ്പുകൾ നിറച്ചത്. മറ്റൊരു മുറി 3 മാസമായി ഭക്ഷണം കഴിക്കാതെ ഒരു സിംഹം കിടക്കുന്ന മുറി. ഇതിൽ ഏത് മുറി തിരഞ്ഞെടുക്കും? 2ാമത്തെ മുറി. കാരണം കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെയാണ് ആൻസർ വന്നത്. അർജുനാണ് ആൻസർ ആദ്യം. പക്ഷെ ഇവിടെ ആരെങ്കിലും ഇതെന്തോ ആടി. അപ്പോൾ അർജുനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അർജുന് നല്ലൊരു ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിൽ 4 ക്വസ്റ്റ്യന്റെ ആൻസർ നൽകി അർജുനാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ കുരുവി കണ്ടില്ല, ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല, കാവിൽ വന്നില്ല, പൂരം കണ്ടില്ല, മായക്കൈ കൊട്ടും മേളവും കേട്ടില്ല. സൂപ്പർ, അടിപൊളി. ഇവിടെ ഓരോരുത്തർ ചുണ്ട് മാത്രം അനക്കിക്കൊണ്ടിരുന്നു. പോവാം. കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആർക്കാണ്? കുസൃതി ചോദ്യമല്ലേ? എഴുതിരി. കറക്റ്റ് ആൻസർ. എന്താ പേര്? എൽബിൻ ജോസഫാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. എൽബിൻ ജോസഫ് ഇപ്പോഴാണ് ഉണർന്നത്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. 10-ന് മുന്നേ എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? 10-ന് മുന്നേ എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? 10-ന് മുന്നേ ഒരു അക്ഷരം വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. എന്താണ്? നയനയാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ആപത്താണ് ആൻസർ. അപ്പോൾ നല്ലൊരു ക്ലാപ്പ്. ഗസ്റ്റ് ആയിട്ട് വന്ന നയന ആദ്യമായി ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞേക്കുകയാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. കുളിക്കാൻ പോയപ്പോൾ സുന്ദരി, കുളിച്ചു വന്നപ്പോൾ ഗർഭിണി. ആരാണ്? പപ്പടം. ഇവിടെ നയന പറഞ്ഞു. അപ്പോൾ നയനയ്ക്ക് 2 പോയിന്റ്. പ്രോഗ്രാമിന്റെ വിജയിയായ അർജുന് സമ്മാനം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ വെഞ്ഞാറമൂട് ഏരിയ റിപ്പോർട്ടറായ ഷിബിസാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചോദിച്ച പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു.
50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു.